had a teacher, the teacher of teachers. He changed the world for the better and made us better creatures. Oh Allah, we've shamed ourselves, we've strayed from Al-Mu'allim. Surely we've wronged ourselves, what will we say in front of it? Mu'allim, he was Muhammad sallallahu alayhi wa sallam. ദില്ലി ഇന്ത്യയുടെ വർണ്ണശബളമായ വൈവിധ്യങ്ങളുടെ സംഗമഭൂമി. സഹസ്രാബ്ദങ്ങളായി ഒരുപാട് പ്രതാപങ്ങളുടെ ഉദയങ്ങൾക്കും അസ്തമയങ്ങൾക്കും ദൃക്സാക്ഷിയാണ് ഈ രാജധാനി. അധികാര കേന്ദ്രങ്ങളിലെ ചാണക്യതന്ത്രങ്ങളുടെ നിശബ്ദമായ കരുനീക്കങ്ങൾക്കും ഒരുപാട് രാഷ്ട്രീയ പൊട്ടിത്തെറികൾക്കും ഈ മഹാനഗരത്തിലെ ഓരോ ദിനരാത്രങ്ങളും സാക്ഷ്യം വഹിക്കുന്നു. നയതന്ത്ര രംഗങ്ങളിലെ ഒരുപാട് ചരടുവലികൾക്ക് ഓരോ ദിവസവും നഗരം വേദിയാകുന്നു. സമ്പന്നതയുടെ പളവളപ്പും വിനോദങ്ങളുടെ കൂത്തരങ്ങുകളും നഗരത്തിലെ പതിവു കാഴ്ചകളാണ്. നുരഞ്ഞു പൊങ്ങുന്ന ആഘോഷങ്ങളും പൊട്ടിച്ചിരികളും വെട്ടിത്തിളങ്ങുന്ന ആർഭാടങ്ങളും ഉപഭോഗ സംസ്കാരത്തിന്റെ സകല ചിഹ്നങ്ങളും ഈ മഹാനഗരത്തിന്റെ ഓരോ ഹൃദയമിടിപ്പിലും ദൃശ്യമാണ്. 1000 മുഖങ്ങളുള്ള ഇന്ത്യാ മഹാരാജ്യത്തിന്റെ ഒരു കൊച്ചുരൂപമാണ് ഡൽഹി. ആകാശത്തോളം ഉയരുന്ന ആഹ്ലാദങ്ങൾക്ക് ഒരു മറുവശം നഗരത്തിനുണ്ട്. മാലിന്യങ്ങൾക്കൊപ്പം പുറന്തള്ളപ്പെട്ട ജീവനുള്ള ചിത്രങ്ങൾ. ദാരിദ്ര്യത്തിന്റെയും അതിന്റെ ഉപോത്പന്നമായ അജ്ഞതയുടെയും സംസ്കാര രാഹിത്യത്തിന്റെയും നിറംകെട്ട കാഴ്ചകൾ. അവിടെ ഉയർന്നു കേൾക്കുന്നത് മുസ്ലിം ഇന്ത്യയുടെ നിലവിളികളാണ്. വൃത്തികെട്ട തെരുവുകളിൽ പൊളിഞ്ഞു വീഴാറായ ഇഷ്ടികക്കൂനകൾക്കിടയിൽ അവൻ ജീവിക്കുന്നു. അവനറിയുന്നില്ല തകർന്നുകിടക്കുന്ന മഹാപ്രതാപത്തിന്റെ സ്മാരകങ്ങൾ തന്റെ പൂർവീകരുടെ പ്രൗഢമായ ദർബാറുകളായിരുന്നുവെന്ന്. ആ തകർന്ന ചിത്രങ്ങൾ ഗതകാല സ്മരണകളുടെ നെടുവീർപ്പുകളായി അവശേഷിക്കുന്നു. ശരിയാണ്, ഭൂതകാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വെണ്മ നിറഞ്ഞ പ്രതാപത്തിന്റെ കാൻവാസുകളിൽ മാത്രമേ ദില്ലിയിലെ മുസൽമാന്റെ ചിത്രം വരയ്ക്കാനാവൂ. മഹ്മൂദ് ഗസ്നിയുടെ ആഗമനത്തോടെയാണ് ആയിരക്കണക്കിനു വർഷങ്ങളായി രാജകീയ ദർബാറുകളുടെ ഹൃദയമിടിപ്പുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ഡൽഹിക്ക് മുസ്ലിം രാഷ്ട്രീയ ഭൂപടത്തിൽ സ്ഥാനം ലഭിക്കുന്നത്. ഹിജ്റ 561 വർഷത്തിൽ അജ്മീറിലെത്തിച്ചേർന്ന സുൽത്താനുൽ ഹിന്ദ് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയുടെ പ്രബോധന ഫലമായി ദില്ലിയുൾപ്പെടുന്ന ഉത്തരേന്ത്യയിലൊന്നടങ്കം ഇസ്ലാമിക പ്രബോധനത്തിന്റെ വെളിച്ചം പരന്നു. ആ മഹാന്റെ ശിഷ്യന്മാരായ ഖുത്ബുദ്ദീൻ ബക്തിയാർ കാക്കി റഹ്മത്തുള്ളാഹിയുടെയും നിസാമുദ്ദീൻ ഔലിയായുടെയും സാന്നിധ്യം ഡൽഹിക്ക് ഇസ്ലാമിക ആത്മീയ ഭൂപടത്തിൽ അനിഷേധ്യ സ്ഥാനം നൽകി. ഷെയ്ഖ് നസീറുദ്ദീൻ മഹ്മൂദ്, ഖാജ ഫരീദുദ്ദീൻ ഗഞ്ചശക്കർ, ഷെയ്ഖ് ഷിഹാബുദ്ദീൻ ആഷിഖുള്ള, ഷെയ്ഖ് അബൂബക്കർ അത്തൂസി, ഷെയ്ഖ് ബാക്കി ബില്ല എന്നിങ്ങനെ
നിരവധി ആത്മീയ ഗുരുക്കളുടെ സാന്നിധ്യം ദില്ലിയിൽ സത്യമതത്തിന്റെ അടിത്തറ ശക്തവും സുദൃഢവുമാക്കി. മതത്തിന്റെ സ്നേഹപൂർണവും സേവനപരവുമായ തത്വങ്ങൾ പ്രചരിപ്പിച്ചും ഉൾക്കൊണ്ട് പ്രവർത്തിച്ചും ആയിരക്കണക്കിനു ജനങ്ങൾക്ക് അവർ അഭയവും സാന്ത്വനവുമായി തീർന്നു. മറുവശത്ത് ഒരുപാട് ഭരണകൂടങ്ങളുടെ കുടക്കീഴിൽ ദില്ലിയിൽ ഇസ്ലാമിക സംസ്കാരവും കലയും വിജ്ഞാനവും കൂടുതൽ കൂടുതൽ ഉന്നതിയിലെത്തിച്ചിരുന്നു. ബഗ്ദാദിനും ഇസ്താംബൂളിനും കൈറോയ്ക്കും ഇസ്ഫഹാനുമൊപ്പം ദില്ലിയും സ്ഥാനം പിടിച്ചു. വർത്തമാനകാലത്ത് റിക്ഷവണ്ടി വലിച്ചു നടക്കുന്ന ഒരു സമൂഹത്തിന്റെ പൂർവീകർ മഹത്തായ വൈജ്ഞാനിക കേന്ദ്രങ്ങളിൽ ബൗദ്ധിക ചർച്ചകളിൽ വ്യാപൃതരായിരുന്നുവെന്നാണ് പഴയ കലാലയങ്ങളുടെ അടർന്നുപോയ ചുവരുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാവുന്നത്. മെച്ചപ്പെട്ട പാഠ്യ പദ്ധതിയും ഒരാധുനിക ക്യാമ്പസിനോട് കിടപിടിക്കുന്ന പഠന സൗകര്യങ്ങളും അന്നുണ്ടായിരുന്നുവെന്ന് ജാമിയ ഫിറോസിയയുടെയും അലായിയുടെയും ശേഷിപ്പുകൾ നമ്മോട് ഇപ്പോഴും പറഞ്ഞുതരും. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെയുള്ള സർവം മറന്ന പോരാട്ടത്തിനു ശേഷം മുസൽമാനു ബാക്കിയായത് നഷ്ടക്കണക്കുകൾ മാത്രമായിരുന്നു. വിഭജനം അവന്റെ ജീവിതത്തെയും സ്വപ്നങ്ങളെയും ചവറുകൂനയിൽ ഉപേക്ഷിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 60 വർഷങ്ങൾക്ക് ശേഷമുള്ള ദില്ലിയിലെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ ഏറെ ദയനീയമാണ്. തെരുവിലെ ഓവുചാലിന്റെ തീരത്ത് ഒരു വിമോചകനെ സ്വപ്നം കണ്ട് അവൻ കിടന്നുറങ്ങുന്നു. ഓരോ കൊച്ചു കൊച്ചു പുഞ്ചിരിയിലും ഒരിക്കലും തളിർക്കാത്ത പുതിയ പുതിയ കിനാക്കൾ മുട്ടിടുന്നു. ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയും വിദ്യാഭ്യാസമില്ലായ്മയും അവനെ ദിശ തെറ്റിച്ച് എവിടേക്കോ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വത്വബോധം അവനെന്നോ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇടയനില്ലാത്ത ആട്ടിൻപറ്റത്തെ പോലെ ദിശയറിയാതെ ചലിക്കുകയാണ് ആ സമൂഹം. തലസ്ഥാന നഗരിയിൽ അധികാര കേന്ദ്രങ്ങൾക്ക് കൃത്യമായ അകലത്തിലാണ് സമുദായം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ബിദ്അത്തിന്റെ അതിപ്രസരം മഹാഗുരുക്കന്മാർ നട്ടുവളർത്തിയ വിശുദ്ധമായ ആത്മീയ സരണിയെ കീറിയെറിഞ്ഞ് തെരുവിലെ ഓടകളിൽ ഒഴുക്കിക്കളഞ്ഞു. മതം ചിഹ്നങ്ങളിൽ മാത്രം ഉപേക്ഷിച്ച് അവർ വിജയാരവം മുഴക്കുകയാണ്. 1000 കണ്ടങ്ങൾ കൊണ്ട് ദില്ലി ഒരു പ്രബോധകനു വേണ്ടി അലറി വിളിക്കുകയാണ്. മത വിദ്യാഭ്യാസത്തിന്റെയോ ഇസ്ലാമിക പ്രവർത്തനത്തിന്റെയോ സംഘടിതവും ശാസ്ത്രീയവുമായ രൂപം ഉത്തരേന്ത്യക്കാരന് പരിചയമില്ല.